So this is the next problem. Normalize sin kx. Normalize sin kx between, അവിടെ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്, between minus L/2 to plus L/2. Okay, minus L/2 to plus L/2, where k, ഇവിടുത്തെ സൈൻ കെയുടെ ഈ ആർഗ്യുമെന്റിലുള്ള സ്മോൾ കെ എന്ന് പറയുന്നത് n pi by l ആണ്. ഓക്കെ, where n is an integer. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നോർമലൈസ് ചെയ്യേണ്ടത്, സൈൻ കെ എക്സിന്. അപ്പൊ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്, -L/2 ടു +L/2. കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇതിൽ എക്സ് ആണ് വാരിയബിൾ എന്ന് നമുക്കറിയാം, 1 ഡയമെൻഷണൽ ആണ്. എക്സ് മാത്രം ഉള്ളത് കൊണ്ട് 1 ഡയമെൻഷണൽ ആണ്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് n pi by l. എന്നും പൈയും എല്ലും ഒക്കെ കോൺസ്റ്റന്റ്സ് ആണ്, പക്ഷെ n എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്. ഓക്കെ, 1 2 3 എക്സിട്ര എന്ന് വേണമെങ്കിൽ ഇടാം നമുക്ക്, 1 2 3 എക്സിട്ര. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ് psi dash equal to sin kx എന്നാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് വിചാരിക്കുക, ലെറ്റ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഈസ്, ഇതിന്റെ നോർമലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ psi ആയിക്കോട്ടെ. ലെറ്റ് ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഈസ് psi ഈക്വൽ ടു a into sin kx എന്നിടാം. അപ്പൊ നമ്മൾ ഇനി എ കണ്ടുപിടിച്ചാൽ മതി. എ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോർമലൈസ്ഡ് ഫോം ആയി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, psi സ്റ്റാർ കണ്ടുപിടിക്കുക, കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക, ഇതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എവിടെയെങ്കിലും കോംപ്ലക്സ് നമ്പർ ഉണ്ടോ, എവിടെയെങ്കിലും ഐയോ ജിയോ ഉണ്ടോ? ഇല്ല, ഇതിലൊന്നും കോംപ്ലക്സ് നമ്പർ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ എനെ, കോൺസ്റ്റന്റ് ആയ എനെ മാത്രം എ സ്റ്റാർ എന്നിടുക. സൈൻ കെ എക്സ്. ഐയോ ജെയോ ഉണ്ടെങ്കിൽ സൈൻ റിവേഴ്സ് ചെയ്യണം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ, അതിന്റെ ഇക്വേഷൻ എഴുതാം. കണ്ടീഷൻ ഫോർ നോർമലൈസേഷൻ ഈസ്, കാരണം അതിനൊക്കെ മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനൊക്കെ മാർക്ക് ഉണ്ട്. പ്രോബ്ലത്തിന്റെ മാർക്കിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് അറിയാലോ. സാധാരണ പ്രോബ്ലത്തിന്റെ മാർക്ക് 4 മാർക്ക് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെ? 3 അല്ലെങ്കിൽ 4 ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ മാർക്സിന്റെ ഡിവിഷൻ എങ്ങനെയാണ്, കറക്റ്റ് ഫോർമുലയ്ക്ക് 1 മാർക്ക്, രണ്ടാമത്തെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന് വീണ്ടും 2 മാർക്ക്. അതായത് നമ്മൾ കറക്റ്റ് യൂണിറ്റ്സിലൊക്കെ ആക്കിയിട്ട്, ഒരേ യൂണിറ്റ്സിലൊക്കെ ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കറക്റ്റ് ആയിട്ട് വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് 2 മാർക്ക്. പിന്നെ റിസൾട്ട് പ്ലസ് റിസൾട്ടിന് 1 മാർക്ക്. ഓക്കെ, അപ്പൊ 4 മാർക്ക് ആയില്ലേ. ഇനി റിസൾട്ടില് യൂണിറ്റ് ഇല്ലെങ്കിൽ 1/2 മാർക്ക് കുറയ്ക്കും. മനസ്സിലായല്ലോ? പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ മാർക്ക് എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടാന്ന്. അപ്പൊ അത് ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ അപ്പൊ 1/2 മാർക്ക് അപ്പൊ കുറയ്ക്കും. ബാക്കി എല്ലാം ശരിയായാലും 3.5 കിട്ടുള്ളൂ. കറക്റ്റ് ഫോർമുല എഴുതണം, അപ്പൊ എഴുതിയില്ലെങ്കിൽ 1 മാർക്ക് പോകും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല, സബ്സ്റ്റിറ്റ്യൂഷന് വേറെ മാർക്കാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായില്ല? അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം.
കറക്റ്റ് ഫോർമുല 1 മാർക്ക്, ചിലപ്പോൾ ഒന്നിലധികം ഫോർമുല ഉണ്ടാവാം, ചിലപ്പോൾ 2 ഫോർമുല ഒക്കെ ഉണ്ടാവാം, അര അര മാർക്ക് വെച്ച് കിട്ടും. പിന്നെ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 2 മാർക്ക്, കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വെച്ചാൽ 2 മാർക്കായി. പിന്നെ റിസൾട്ടിന് 1 മാർക്ക്. അങ്ങനെയാണ് സാധാരണ പ്രോബ്ലത്തിനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ആ പോയിന്റ് ഓർത്ത് വെച്ചോളൂ. സോ നോർമലൈസേഷൻ കണ്ടീഷൻ ആദ്യം എഴുതണം. ഇന്റഗ്രൽ മോഡുലസ് സൈ സ്ക്വയർ, ഇവിടെ ഇപ്പോൾ എക്സ് ഉള്ളു, അപ്പൊ നമുക്ക് അത് എഴുതിയാലും മതി. ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതണം. ഓക്കെ. ഇന്റഗ്രൽ ഓവർ ലിമിറ്റ്സ് ഉണ്ട്. ലിമിറ്റ്സ് നമുക്ക് അടുത്ത ഇവിടെ വേണമെങ്കിൽ എഴുതാം. -L/2 ടു L/2 എന്ന് എഴുതാം. -L/2 ടു +L/2 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇതാണ് ഈ ഇക്വേഷൻ എഴുതുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ സൈയും സൈ സ്റ്റാർ കണ്ടുപിടിച്ചു. ഇനി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മോഡുലസ് സൈ സ്ക്വയർ കിട്ടും. അത് കഴിഞ്ഞാൽ സൈ സ്റ്റാർ സൈ ആണ്. ഇതൊക്കെ ചിലപ്പോൾ ഒരു ഫോർമുല ആയിട്ട് കൂട്ടും. ഫോർമുലയിൽ അര മാർക്ക് ഇതിനും അര മാർക്ക് ഇതിനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ സൈ സ്റ്റാർ സൈ. ഇനി നമ്മളിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്റ്റാർ എ എന്നുവെച്ചാൽ മോഡുലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ എക്സ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. therefore integral -L/2 to +L/2 മോഡുലസ് എ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. എ സ്ക്വയർ സൈൻ സ്ക്വയർ കെ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇതിനാണ് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇനി ഇതിലിപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ല. ഇതിൽ വേറെ വാല്യൂസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിച്ചാൽ മതി. ഓക്കെ. പക്ഷെ നമുക്കപ്പോ അറിയാവുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. സൈൻ സ്ക്വയർ തീറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? കോസ് 2 തീറ്റ. സൈൻ സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും? കോസ് 2 തീറ്റയുടെ ഇക്വേഷനിലേക്ക് എഴുതും. കോസ് 2 തീറ്റ ഈസ് എന്താണ്? 1 - 2 സൈൻ സ്ക്വയർ തീറ്റയാണ്. കോസ് 2 തീറ്റ ഈസ് 1 - 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ അതിന് സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - കോസ് 2 തീറ്റ ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? 1 - കോസ് 2 തീറ്റ ബൈ 2 എന്ന് വരും. അപ്പൊ നമ്മൾ അത് ഇവിടെ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതവിടെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. ഇതിപ്പോ എഴുതിയില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇത് സിമ്പിൾ ഫോർമുല ആയതുകൊണ്ട് അത് അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് തെറ്റാണ്ട് ചെയ്യാൻ സൈഡിൽ ഓവർ കോൺഫിഡൻസ്. ഓക്കെ. ഇന്റഗ്രൽ -L/2 +L/2 സൈൻ സ്ക്വയർ കെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ കെ എക്സ് എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 - കോസ് 2 കെ എക്സ് എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ 2. ആ 2ന്റെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എഴുതിക്കോ. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1. പലപ്പോഴും കുട്ടികൾ എപ്പോഴും ഈ ഈക്വൽ ടു 1 എഴുതാൻ തെറ്റിപ്പോവും, മറന്നുപോകും. ഹലോ, കേക്കുണ്ടോ? ഇവിടുന്ന് ആകെ സ്ട്രക്ക് ആയില്ലോ വീഡിയോ. ആ ശരി, കേക്കുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഹലോ, കേൾക്കില്ലേ? ഒരാളെന്ന് പറയൂ. കേൾക്കണ്ടോ? ആ ഓക്കെ. അപ്പൊ ഈ ഈക്വൽ ടു 1 ഇടാൻ മറന്നു പോകും. എപ്പോഴും അത് തെറ്റിക്കരുത്. അത് ഇങ്ങനെ മറന്നു കഴിഞ്ഞാൽ അവസാനം ഉത്തരം തെറ്റും. ഓക്കെ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. മോഡുലസ് എ സ്ക്വയർ, ഈ 2 നമുക്ക് ഇപ്പൊ തന്നെ പുറത്തേക്ക് എടുക്കാം. മോഡുലസ് എ സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ -L/2 ടു +L/2
ഈ 1നെ 1 into dx അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് തന്നെ കിട്ടും. അപ്പോൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടാൻ പാടില്ല. അപ്പൊ ഞാനിപ്പോ ഇത് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ പോവാ. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. ഇനി ലിമിറ്റ്സ് നമ്മൾ പുറത്ത് ബാക്കിൽ ഇട്ടാൽ മതി. 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. ഓക്കെ, മൈനസ് കോസ് തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കോസ് തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ തീറ്റ കിട്ടും. കാരണം സൈനിന്റെ ഡിഫറൻഷ്യൽ ആണ് കോസ്. സൈൻ തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് തീറ്റ കിട്ടും. അപ്പോൾ കോസ് തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ തീറ്റ കിട്ടും. സൈൻ 2kx കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ആർഗ്യുമെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അടിയിലിടണം. ബൈ 2k എന്ന് വരും. സൈൻ 2kx ബൈ 2k എന്ന് വരും. അറിയാവുന്നതാണോ അല്ലേ ഇതൊക്കെ? നൗ ബിറ്റ്വീൻ ലിമിറ്റ്സ് മൈനസ് എൽ ബൈ 2 2 പ്ലസ് എൽ ബൈ 2 ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എക്സിന് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. സോ മോഡുലസ് എ സ്ക്വയർ ബൈ 2. എക്സിന് ലിമിറ്റ്സ് ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അത് കഴിഞ്ഞ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായി? എൽ ബൈ 2 മൈനസ്, വേണമെങ്കിൽ ഇവിടെ എഴുതാം, എൽ ബൈ 2 മൈനസ് എൽ ബൈ 2 എന്ന് വരും. ഓക്കെ, എൽ ബൈ 2 മൈനസ് എൽ ബൈ 2. അപ്പൊ എൽ ബൈ 2 പ്ലസ് എൽ ബൈ 2 എൽ ആവും. ഇനി ഇവിടെയോ വീണ്ടും ഇനി ഇതിന് അപ്ലൈ ചെയ്യണം, രണ്ടാമത്തേനെ അപ്ലൈ ചെയ്യണം ലിമിറ്റ്സ്. അപ്പൊ നമ്മൾ മൈനസ് മോഡുലസ് എ സ്ക്വയർ ബൈ 2 സൈൻ 2k ഇൻറ്റു എൽ ബൈ 2. സൈൻ 2k ഇൻറ്റു എൽ ബൈ 2 അങ്ങനെ വരും അല്ലേ? സൈൻ 2k ഇൻറ്റു എൽ ബൈ 2 വരും. അപ്പൊ 2ഉം 2ഉം വെട്ടിപ്പോവും, എന്താവും? കെ എൽ എന്നാവും. കെ എൽ എന്ന് വരും. ഓക്കെ, പക്ഷെ ഈ കെ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി, നമ്മളിവിടെ തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. കെ എന്ന് പറഞ്ഞാൽ എൻ പൈ ബൈ എൽ ആണ്. അപ്പൊ കെ എൽ എന്ന് പറഞ്ഞാലോ എൻ പൈ ആവും. മനസ്സിലായോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതണില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇത് എന്താ അവസാനം? സൈൻ എൻ പൈ എന്നാവും. ഓക്കെ, മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, സൈൻ മൈനസ് എൻ പൈ എന്നാവും ഈക്വൽ ടു 1. മനസ്സിലായോ? സൈൻ ഈ എൻ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അപ്പൊ സൈൻ 1 പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ അങ്ങനെ വരും. ഇവിടെ അതുപോലെ തന്നെ വരും. മൈനസ് വന്നാലും മൈനസ് പുറത്തേക്ക് വന്നാലും അത് സൈൻ 1 പൈ 2 പൈ അങ്ങനെ വരും. സൈൻ പൈകൾ എല്ലാം 0 ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് 0 ആണ്, ഇത് 0 ആണ്. സൈൻ ആർഗ്യുമെന്റ് പൈയോ 2 പൈയോ 3 പൈയോ ഒക്കെ വന്നാൽ 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് മൊത്തം പോയി. ബാക്കി എന്ത് കിട്ടും? എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എൽ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എൽ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അതിൽ നമുക്ക് എ കിട്ടും. therefore this implies a equal to എന്ത് കിട്ടും? 2 by l വരും റൈറ്റ് സൈഡിൽ എ സ്ക്വയർ. സോ a equal to റൂട്ട് ഓഫ് 2 by l എന്ന് വരും. അപ്പൊ നമ്മൾ ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore normalized wave function is psi equal to root of 2 by l sin kx എന്ന് വരും. വേർ k ഈക്വൽ ടു അവർ തന്നിട്ടുള്ള വീണ്ടും n പൈ ബൈ എൽ എന്നൊക്കെ നമുക്ക് വീണ്ടും എഴുതാം. ആൻഡ് n ഈക്വൽ ടു 1 2 3 എക്സിട്ര എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ. psi ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ എൽ
അല്ല psi വേവ് ഫംഗ്ഷൻ psi ഈക്വൽ ടു √2/L sin kx എന്ന് വരും. അതാണ് ഉത്തരം. വേർ k ഈക്വൽ ടു n/L. അതൊക്കെ വീണ്ടും എഴുതണം കേട്ടോ. k ഈക്വൽ ടു n/L ആൻഡ് n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ ജാമിന്റെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതിലവര് നോർമലൈസേഷൻ സാധാരണ ജാമിനൊന്നും ചോദിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് കുഴപ്പമില്ല. നിങ്ങൾ ആ തന്നിട്ടുള്ള സംഗതിനെ എടുത്തിട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിന്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് പിന്നെ ചെയ്യാം, കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യം ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് എന്താ ചെയ്യണ്ടേ? ഏത് സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യമൊക്കെയാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണോ, അത് വേറെ ന്യൂക്ലിയർ ഫിസിക്സ് ആണോ എന്നൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ഏത് സെക്ഷനിൽ വരുന്നതാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിപ്പോ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് നോർമലൈസേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വേവ് ഫംഗ്ഷൻ. വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് വിഷമിക്കണ്ട, അത് പിന്നെ ചെയ്യാം. ആദ്യം അവർ നോർമലൈസേഷൻ തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ പറയും ഇത് നോർമലൈസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആ ഗീവൻ ഫംഗ്ഷന്റെ മുമ്പിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിനെ നോർമലൈസ്ഡ് ആണെന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ സൈനിന്റെ മുമ്പിൽ അവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും നോർമലൈസ്ഡ് ആയിരിക്കും. എന്നാലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, ഈ നോർമലൈസേഷൻ ട്രൂ അല്ലേ, psi സ്റ്റാർ psi ഈക്വൽ ടു 1 അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്, അപ്പൊ അതാണ് നിങ്ങളുടെ ഇനി അടുത്തൊരു പണി കേട്ടോ. ഞാനിപ്പോ മിനിമം സിമ്പിൾ ആയിട്ടുള്ള 1-2 പ്രോബ്ലം ചെയ്യണുള്ളൂ. നിങ്ങൾ പക്ഷെ അവിടെ നിർത്തരുത്. നിങ്ങൾ ജാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ഇപ്പൊ നെറ്റിൽ കിട്ടും. എല്ലാ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നെറ്റിൽ കിട്ടും. അതുകൊണ്ട് ഞാനൊന്നും തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവും മുമ്പ്, എപ്പോഴെങ്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും ഇത് കണ്ടപ്പോ. ഓക്കെ. അപ്പൊ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതും ഓരോ ക്വസ്റ്റ്യൻസ്, ഓരോ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഏത് സെക്ഷനിൽ വരുന്നതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അത് തന്നെ നല്ലൊരു ടാസ്ക് ആണ്. ഓരോ ക്വസ്റ്റ്യൻ ഏത് പേപ്പറിൽ വരുന്നതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ അതിൽ QM, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ SM, ന്യൂക്ലിയർ ഫിസിക്സ് ആണെങ്കിൽ NP, അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അതൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നതിനനുസരിച്ചിട്ട് അത് സോൾവ് ചെയ്ത് പോകണം. ഓക്കെ. അപ്പൊ അടുത്തത് നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാൻ പോവുകയാണ്. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇത് ശരിക്കും സൂപ്പർ പൊസിഷൻ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിലെ സംഭവമല്ല, എല്ലാ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു 1 രൂപി കോയിൻ ഉണ്ട് ഒരു പോക്കറ്റിൽ, വേറെ പോക്കറ്റിൽ 1 രൂപി കോയിൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് 2 രൂപി കോയിൻ ആക്കാം, അല്ലെ? അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 2 രൂപി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയാം. അതാണ് സൂപ്പർ പൊസിഷൻ. അത് ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ വാലിഡ് ആണ്. അത് ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രമല്ല. അതിനാകെ വേണ്ടത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ ഒരു യൂണിവേഴ്സലി വാലിഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. യൂണിവേഴ്സലി വാലിഡ് ആണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എവരിവെയർ. ഓക്കെ. അപ്പൊ അത് വാലിഡ് ആവണമെങ്കിൽ ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഈ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സംഗതികൾ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. ലീനിയർ സിസ്റ്റത്തിനാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലീനിയർ അല്ലാത്ത സിസ്റ്റംസ് ഏതാ? ലീനിയർ അല്ലാത്ത സിസ്റ്റംസ് ഉണ്ട്, നോൺ ലീനിയർ സിസ്റ്റംസ് ഉണ്ട്. നോൺ ലീനിയർ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോർമലി നമ്മൾ പഠിക്കുന്ന എല്ലാം, പ്രത്യേകിച്ച് നിങ്ങൾ BSc ലെവലിലും MSc ലെവലിലൊക്കെ പഠിക്കുന്ന എല്ലാ സംഗതികളും ലീനിയർ ഫിസിക്സ് ആണ് പഠിക്കണമായിരിക്കും. മനസ്സിലായല്ലോ?
പക്ഷെ ഈ അടുത്ത കാലത്ത് ഈ നോൺ ലീനിയർ ഫിസിക്സ് അല്ലെങ്കിൽ നോൺ ലീനിയർ ഡൈനാമിക്സ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് അതിന് വന്നിട്ടുണ്ട്. റിസർച്ച് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അതിൽ. നോൺ ലീനിയർ ഡൈനാമിക്സിൽ അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? നോൺ ലീനിയർ ഡൈനാമിക്സ് വേറെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് സ്കിപ്പ് ചെയ്യാനാ. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നോൺ ലീനിയർ ഡൈനാമിക്സ് ആദർശ? ഇല്ല സർ, ഇല്ല. ഇല്ല, ഓക്കെ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു, ഒരു മിനിറ്റ് ഞാൻ അത് പറയാം. നമ്മുടെ വിഷയമല്ല എങ്കിലും ഞാൻ അത് പറഞ്ഞുതരാം. കാരണം അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണത്. ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 10-20 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ നോൺ ലീനിയർ ഡൈനാമിക്സിനും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോൺ ലീനിയർ ഡൈനാമിക്സ് കയോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കയോട്ടിക് സിസ്റ്റം, കയോട്ടിക് സിസ്റ്റം. ഓക്കെ, ഇതിൽ ചില ഒരു ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മ വരാണ്ടായിരിക്കും. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് കേട്ടണ്ട? അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ശ്രീലങ്കയിൽ ഒരു താമരപ്പൂ വിരിഞ്ഞാൽ, ഓക്കെ, ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാന്ന് വിചാരിക്കാം. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ശ്രീലങ്കയിൽ ഒരു താമരപ്പൂ വിരിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടും. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? കാരണം ശ്രീലങ്കയിൽ ഒരു താമരപ്പൂ വിരിയുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. കാരണം ശ്രീലങ്ക ഒരു ചെറിയ രാജ്യമാണ്. അവിടെ ഒരു കുളത്തിൽ താമരപ്പൂ വിരിഞ്ഞു, അതിപ്പോ എന്താ അത്ര ഒരു പ്രശ്നം? അപ്പൊ അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആവാൻ സാധ്യതയുണ്ടോ? ട്രൂ ആവാൻ സാധ്യതയുണ്ടോ? അങ്ങനത്തെ ഇഫക്റ്റിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊക്കെ പറയാം. അതായത് ചെറിയൊരു സംഭവം ചെറിയൊരു ഇനീഷ്യൽ കണ്ടീഷൻ വലിയൊരു ആഫ്റ്റർ എഫക്റ്റിലേക്ക് എത്തിച്ചേരുക. അതിനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബട്ടർഫ്ലൈ ചിറകടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ടൊർണാഡോ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റിന്റെ അർത്ഥം. ഒരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റ അതിന്റെ ചിറകടിച്ചു കഴിഞ്ഞാൽ, സാധാരണ ചിറകടി കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരു ചെറിയ വേരിയേഷൻ ആ ചിറകടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് ആയിട്ട് ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വേറൊരു സ്ഥലത്ത് എവിടെയെങ്കിലും വലിയൊരു ടൊർണാഡോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ ക്ലാസിക്കൽ അല്ലെങ്കിൽ ലീനിയർ ഫിസിക്സുകാർ അത് സമ്മതിക്കില്ല. കാരണം അവർക്ക് ലീനിയർ ഫിസിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ചിറകടി വളരെ ചെറുതല്ലേ, അപ്പൊ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ലീനിയർക്കാർ പറയാൻ. കാരണം ലീനിയർ എന്ന് പറയുമ്പോൾ ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ നോൺ ലീനിയർകാർ അതല്ല പറയുന്നത്. നോൺ ലീനിയർ ഡൈനാമിക്സ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു എമർജിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നിങ്ങളുടെ സുധീർ സാറൊക്കെ അതിലാണ് റിസർച്ച് ചെയ്തിട്ടുള്ളത്. അറിയോ നിങ്ങൾക്ക്? സുധീർ സാറിന്റെ PhD ഒക്കെ നോൺ ലീനിയർ ഡൈനാമിക്സിലാണ്. അറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ? അതായത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ കാര്യം ചോദിക്കണേ. ഡാനിയലെ അറിയോ? ഡാനിയൽ മാത്യു പോയാ? ഇല്ല സാർ, ഇല്ല, അറിയത്തില്ല. നിങ്ങൾ പിന്നെ എന്തുവാണ് അറിയണത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ കുറിച്ചിട്ട്? ക്ലാസ് ടീച്ചറുടെ വീട് എവിടെയാന്ന് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ക്ലാസ് ടീച്ചറുടെ ഇതുപോലെയുള്ള അക്കാഡമിക് കാര്യങ്ങളല്ല അറിയണ്ടേ.
അതൊക്കെ നിങ്ങൾ അറിയണം. ചോദിക്കാം സാർ, ചോദിക്കാം. അതാണ് അറിയേണ്ടത്. ടീച്ചേഴ്സ് ഏതിലാണ് PhD എടുത്തത്, അതിൽ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ അറിയണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുള്ളൂ പിന്നീട് എപ്പോഴെങ്കിലും. അപ്പൊ ഇത് ഈ ഞാൻ പറഞ്ഞ നേരത്തെ ശ്രീലങ്കയിലെ ഒന്നുകൂടെ ഞാൻ പറയാം, അത് നടന്നിട്ടുള്ള സംഭവമാണത്. അതായത് പണ്ട് ശ്രീലങ്കയിൽ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, പല തീവ്രവാദി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ അവരുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് സഹായിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് പട്ടാളക്കാർ ചെന്നു തുടങ്ങി. നിങ്ങൾക്കറിയോന്ന് അറിയില്ല, നിങ്ങൾ ചെറുപ്പത്തില് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ആയിരിക്കാം. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. അപ്പൊ രാജീവ് ഗാന്ധിയാണ് ഇങ്ങനെ ഇന്ത്യൻ ട്രൂപ്പിനെ അവിടേക്ക് അയച്ചത്, പട്ടാളക്കാരെ. അപ്പൊ അവര് അവിടെ ചെന്ന് അവര് പക്ഷേ ഈ തീവ്രവാദികൾ പ്രത്യേക ആക്രമണമാണ് കേട്ടോ, ഒളിപ്പോരാളികളുടെ പോലെയാണ്. LTT എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ടെക്നിക്കൊക്കെ ഭയങ്കര തന്ത്രങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാരെയൊക്കെ കുറെ പേരെയൊക്കെ അവർ കൊന്നു. അങ്ങനെ നമുക്ക് അവസാനം ഇന്ത്യൻ പട്ടാളക്കാര് എന്തൊക്കെയോ ചെയ്ത് അവിടെ കുറെ അവരെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, ഈ തീവ്രവാദികളെയൊക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണ്, ഒരിക്കൽ അവിടെ ഒരു കുളത്തിൽ താമരപ്പൂ വിരിയും, ആ പൂ പൊട്ടിക്കാനായിട്ട് ഈ ഒരു ഒരു പെൺകുട്ടി പൂ പൊട്ടിക്കാനായിട്ട് ചെന്ന പെൺകുട്ടീനെ പട്ടാളക്കാര് ആക്രമിച്ചു എന്നാണ് പറയണത്, ഇന്ത്യൻ പട്ടാളക്കാർ. എനിക്കറിയില്ല, ഉറപ്പില്ല കേട്ടോ. അങ്ങനെ അവരെന്തോ അങ്ങനെ ചെയ്ത് ഇവരെ കളിയാക്കി എന്തോ ചെയ്ത് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഈ കുട്ടീനെ. അങ്ങനെ ഈ കുട്ടി തനു എന്നാണ് ആ കുട്ടിയുടെ പേര്, തനു. ആ കുട്ടിയാണ് പിന്നീട് രാജീവ് ഗാന്ധിനെ കൊല്ലാനായിട്ട് ബോംബറായിട്ട് മാറിയത്. ആ കുട്ടിയാണ് പിന്നീട് തമിഴ്നാട്ടിൽ വന്നിട്ട് പുറകിൽ ബോംബൊക്കെ കെട്ടി ഈ രാജീവ് ഗാന്ധിനെ മാലയിടാനായിട്ട് നിൽക്കുകയും, മാലയിട്ട് കഴിഞ്ഞപ്പോൾ ഇട്ട് കഴിഞ്ഞ് കാല് തൊടാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ബോംബ് പൊട്ടിക്കുകയും അവിടെ ഉണ്ടായ 10-20 പേര് അപ്പൊ തന്നെ മരിച്ചു പോവുകയും ചെയ്തു, രാജീവ് ഗാന്ധി അടക്കം. അപ്പൊ ഒരു ചെറിയ സംഭവം ഒരു വലിയ ഇഫക്റ്റിലേക്ക് നയിക്കുന്ന ഒരു ഇഫക്റ്റ് ആണ് നോൺ ലീനിയർ ഇഫക്ട്സ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനു മുമ്പ് തന്നെ രാജീവ് ഗാന്ധിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു രാജീവ് ഗാന്ധി ശ്രീലങ്കയില് എന്താ പറയാ, ശ്രീലങ്കയില് ഗാർഡ് ഓഫ് ഓണർ പരേഡ് സ്വീകരിക്കുന്ന സമയത്ത് ആ പരേഡിന്റെ ഇടയിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ ഓടി വന്ന് രാജീവ് ഗാന്ധിനെ തോക്കുകൊണ്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. രാജീവ് ഗാന്ധി പെട്ടെന്ന് തല താഴ്ത്തിയ കാരണം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അന്ന് തന്നെ രാജീവ് ഗാന്ധി മരിച്ചു പോയനെ. കാരണം ഒരിക്കലും ഒരു രാജ്യം അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യമാണത്. ഒരു രാജ്യത്തും അങ്ങനെ ഈ പ്രോട്ടോകോൾ ലംഘിക്കില്ല. വേറൊരു രാജ്യത്തിന്റെ, ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു രാജ്യമാണ്, നമ്മുടെ ഒരു വാലായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. ആ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തെ പ്രധാനമന്ത്രി ചെന്നിട്ട് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുമ്പോൾ ആ പട്ടാളക്കാരിൽ ഒരു പട്ടാളക്കാരൻ ചാടി വന്ന് രാജീവ് ഗാന്ധിനെ തോക്കിന്റെ ഭാഗത്തേക്ക് അടിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ രാജീവ് ഗാന്ധി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനി ഇങ്ങനത്തെ വലിയ പരിപാടിക്കൊക്കെ പോവാണ്ടിരുന്നെങ്കിൽ ആൾക്ക് ജീവിക്കായിരുന്നു. കാരണം അവര് അത്ര ഭയങ്കര എന്താ പറയാ ഭയങ്കര സൂത്രമുള്ള ആളുകളാണ് ഈ തീവ്രവാദി. അപ്പൊ മനസ്സിലായി, ഇപ്പൊ ഒരു ചെറിയ ഇഫക്റ്റ് ആയിരുന്നു, ഒരു പൂ വിരിഞ്ഞ ഒരു ചെറിയ ഇഫക്റ്റ് ആയിരുന്നു. ഇനിയിപ്പോ തനു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുമായിരിക്കും, പക്ഷെ ആ തനു വരാൻ കാരണം ഇതാണ്. തനുവിനെ എന്തോ ഒരു ഇന്ത്യൻ പട്ടാളക്കാരെ ആക്രമിച്ചു, അല്ലെങ്കിൽ തനു ഈ LTTയിൽ പെട്ട ആള് തന്നെയാണ്. ചിലപ്പോ അവരെ മൊത്തത്തിൽ നശിപ്പിച്ചതിന്റെ പ്രതികാരമായിരിക്കാം. എന്തായാലും ഒരു ചെറിയ ഈ ഈ തനു എന്ന് പറയുന്ന പെൺകുട്ടി മരിക്കാൻ റെഡിയാകുമ്പോൾ അതൊരു ചെറിയ ഇഫക്റ്റിന്റെ ചെറിയൊരു ഇനീഷ്യൽ കണ്ടീഷനിൽ വരുന്ന മാറ്റമാണ് അത്. ഒരുപക്ഷെ വേറെ തനു അന്ന് അവിടെ പോയില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ചിലപ്പോ ബോംബറാവാൻ റെഡി ആവില്ല. അപ്പൊ അതിന് അത്രയ്ക്ക് ഉള്ളില് വൈരാഗ്യം വന്നിട്ടാണ് ബോംബറാവാൻ റെഡി ആവുന്നത്. അപ്പൊ ഇത് ഫിസിക്സിലും അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. ഒരു ഇനീഷ്യൽ നമ്മളൊരു സിസ്റ്റം ഇവോൾവ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇനീഷ്യൽ കണ്ടീഷൻസിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലും വലിയൊരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ നമ്മള് ഒരു വെള്ളം ഒഴുകി പോകണതിലേക്ക് നമ്മൾ ഒരു കല്ലെടുത്തിട്ടു, അപ്പൊ ചിലപ്പോ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ കല്ല് വേറൊരു സ്ഥലത്ത് വേറെ രീതിയിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യൽ കണ്ടീഷൻസിൽ
ഒരു ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ അത് ചെന്നിട്ട് ഒരു ഡാം അങ്ങോട്ട് തകർത്ത് കളയും. എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഇഫക്റ്റ് ആണ് നോൺ ലീനിയർ ഇഫക്റ്റ്. ഒരു ചെറിയ ചേഞ്ച് കൊണ്ട് വലിയ ഇഫക്റ്റ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ അതൊന്നും നിങ്ങൾ പക്ഷെ നോർമലി പഠിക്കുന്നില്ല. എം എസ് സിക്ക് നിങ്ങൾ അത് പഠിക്കും കേട്ടോ. എം എസ് സിക്ക് നിങ്ങൾ നോൺ ലീനിയർ ഡൈനാമിക്സ് നിങ്ങൾക്ക് ഒരു സെക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കും. കയോസ് എന്നൊക്കെ പറഞ്ഞിട്ട്, കയോസ്, നോൺ ലീനിയർ ഡൈനാമിക്സ്, ബട്ടർഫ്ലൈ ഇഫക്റ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പി ജിക്ക് പഠിക്കും. ഇപ്പൊ നമ്മൾ തൽക്കാലം അതൊന്നും പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിയാറായല്ലോ. എനിക്ക് ഒരു സെഷൻ കൂടി എടുക്കാൻ പറ്റുമോ? ഒരു സെഷൻ കൂടി എടുത്തോട്ടെ? ക്ലാസ് കഴിഞ്ഞല്ലോ, നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയി. ആരെങ്കിലും പറയൂ, ഒരു സെഷൻ കൂടി എടുക്കാൻ പറ്റുമോ? ഹലോ, ആരും ഒന്നും മിണ്ടല്ലോ.